ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസും ഉടൻ ജയിലിന് പുറത്തേക്കിറങ്ങും. കൊല്ലം വിജിലൻസ് കോടതിയിൽ സ്വാഭാവിക ജാമ്യ ഹർജി സമർപ്പിച്ചു. ജാമ്യം ലഭിക്കുന്നതോടെ കേസിൽ അവസാനയാളും ജയിൽ മോചിതനാകും. കഴിഞ്ഞ ജനുവരി 14-ഓടെയാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SIT KP ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും പ്രതിയാണ് ശങ്കരദാസ്. ഇയാളെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് വീണ്ടും ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചില്ല. പിന്നാലെയാണ് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായത് ചൂണ്ടിക്കാണിച്ച് സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചത്. ഇതിനോടകം തന്നെ കേസിലെ മറ്റു പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അവസാനമായി പുറത്തിറങ്ങിയത് ദേവസ്വം ബോർഡ് മുൻ അംഗമായ N വിജയകുമാറാണ്. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത്. KP ശങ്കരദാസിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ചയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക. ജനം, കൊല്ലം.